സിഹി ഇതാ വേഗം റെഡി ആവാൻ നോക്ക്, സമയമായി. എന്റെ മോള് ഗുഡ് ഗേൾ അല്ലേ? ഇതാ. ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല സീതമ്മ. അവിടെ കള്ളന്മാര് വരും, എന്നെ തട്ടിക്കൊണ്ടുപോകും. സിഹി, ഒരു കള്ളനും വരില്ല മോളെ. ഞാൻ ഇന്ന് മുഴുവൻ സ്കൂളിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഞാൻ തന്നെ വന്ന് നിന്നെ പിക്ക് ചെയ്യാം. മോള് വെറുതെ വിഷമിക്കണ്ട കേട്ടോ. വാ സീതമ്മ, ഞാൻ ആ ചീഞ്ഞ സ്കൂളിലേക്ക് പോവില്ല. എന്തേലും പറയുമ്പോ സൂക്ഷിക്കണം. സ്കൂൾ എന്ന് പറഞ്ഞ അമ്പലമാണ്, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ദൈവത്തോട് സോറി പറ. സോറി സീതമ്മ, തെറ്റായി പോയി. സീതമ്മ, ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല. ഞാനും അതെ. സിഹി ഇനി ആ സ്കൂളിലേക്ക് പറഞ്ഞേക്കില്ല. ഇത് നല്ല കഥയാണല്ലോ അച്ഛന്റെയും മകളുടെയും. നിങ്ങളും അവളെ പോലെ പെരുമാറുന്നത് എന്താറാം? പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവള് വീട്ടിൽ തന്നെ ഇരിക്കണോ? പഠിക്കൊന്നും വേണ്ടേ? ഇറ്റ്സ് ഓക്കെ സീത, ലൈഫ് ലോങ് അവൾക്ക് ആവശ്യമുള്ളത് എന്തും ഞാൻ കൊടുത്തോളാം. വല്ലാതെ ഇങ്ങനെ കൊഞ്ചിക്കുന്നത് നല്ലതല്ല റാം. അച്ഛൻ എന്ന് പറഞ്ഞ മകൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതല്ല. ലൈഫിനെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക വേണ്ടേ? ഇപ്പൊ എന്താ നീ പറഞ്ഞു വരുന്നത്? ഐ ആം നോട്ട് എ ഗുഡ് ഫാദർ. അയ്യോ റാം, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. നിങ്ങൾ സിഹിയുടെ കാര്യത്തിൽ വല്ലാതെ സെൻസിറ്റീവ് ആവുന്നുണ്ട്. എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല റാം. ഇന്നലെ ആരോ സ്കൂളിലേക്ക് വന്ന് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കോ? എന്തായാലും സിഹിയെ ഞാൻ ആ സ്കൂളിലേക്ക് പറഞ്ഞേക്കില്ല സീത. റാം പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കല്ലേ. എനിക്ക് ബോർഡിംഗ് സ്കൂളിൽ പോവാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളും അതിന് ഓക്കെ പറഞ്ഞതല്ലേ? ഞാൻ ബോർഡിംഗ് സ്കൂളിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞതല്ലേ? അച്ഛാ, നിങ്ങൾക്ക് ഓഫീസിലേക്ക് ലേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾ പോയിക്കോ. സിഹി, ബോർഡിംഗ് സ്കൂൾ നീ വിചാരിക്കുന്നത് പോലെ അല്ല മോളെ. സാർ, കോഫി? ഒന്നും വേണ്ട. ജ്യൂസ് എന്തെങ്കിലും? ഹേ, ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ഒന്നും വേണ്ടെന്ന് തന്നെ അർത്ഥം. കോഫി വേണ്ടെന്ന് പറഞ്ഞ ജ്യൂസ് വേണമെന്നല്ല. പ്ലീസ് ഒന്ന് പോ. സിഹി എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സിഹിക്ക് സ്കൂളിന്റെ പ്രശ്നമാണോ അതോ ആ വീട്ടിൽ നിൽക്കുന്നതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അവളോട് ബോർഡിംഗ് സ്കൂളിന്റെ കാര്യം പറഞ്ഞത് ആരായിരിക്കും? അല്ല, ബോർഡിംഗ് സ്കൂളിനെ പറ്റി അവൾക്ക് എന്തറിയാം? ഇതെല്ലാം അവളുടെ തലയിൽ കുത്തിവെക്കുന്നത് ആരാ? അവളാണെ പോകണമെന്ന് വാശിയും പിടിക്കുന്നു. എങ്ങനെ എന്റെ മോളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞുവിടുക? I won't answer for this. നീ ഇപ്പൊ എന്തിനാ വന്നേ? എനിക്ക് നിനക്കും ഇടയിലുള്ള ആ കോൺട്രാക്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം. ഈ കോൺട്രാക്ട് പ്രകാരം എന്നെ ഈ ഓഫീസ് ജോലിയിൽ നിന്നും പറഞ്ഞയക്കാൻ ആർക്കും തന്നെ അധികാരമില്ല. ഡെഫിനറ്റ്ലി നോട്ട് യുവർ ബ്ലഡി വൈഫ്. ഹൗ ഡെയർ യു ടോക്ക് അബൌട്ട് മൈ വൈഫ്? എന്റെ ഭാര്യയെ കുറിച്ച് സംസാരിക്കാൻ നീ ആരാ? ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട് ഐ സെഡ്. ഔട്ട്. നോ വേ. എന്നെ പിരിച്ചുവിടാനുള്ള അധികാരമൊന്നും നിനക്കും ഇല്ല റാം. അക്കോർഡിംഗ് ടു ദിസ് കോൺട്രാക്ട് എന്നെ ഇവിടെ നിന്നും പറഞ്ഞയക്കാനുള്ള അധികാരം ആർക്കും ഇല്ല. പാവം, നീ അത് മറന്നു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നുകൂടെ നന്നായിട്ട് അതൊന്ന് വായിച്ചു നോക്ക്. ഓ, സോ ഈ കോൺട്രാക്ട് പ്രകാരം നിന്നെ ജോലിയിൽ നിന്ന് കളയാനാവില്ല. ഐ സി. ഇതുണ്ടെങ്കിലല്ലേ? റാം, അലറണ്ട. കോൺട്രാക്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഇതോടെ കഴിഞ്ഞു. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. ലീവ്. റാം, എന്നെ നീ വല്ലാതെ അപമാനിക്കുന്നുണ്ട്. ഇതിന് നീ പശ്ചാത്തപിക്കേണ്ടി വരും റാം. ഇനി എന്ത് പശ്ചാത്തപിക്കാനാ? ഓൾറെഡി ഞാൻ പശ്ചാത്തപിച്ചില്ലേ. നിന്നെ ഞാൻ ലൈഫിൽ മീറ്റ് ചെയ്തില്ലേ, അതിന്. എനിക്കും നിനക്കും ഇടയിലുണ്ടായിരുന്നത് ഈ കോൺട്രാക്ട് എന്ന ബന്ധം മാത്രമാ.
ഇപ്പൊ നിനക്ക് ഈ ഓഫീസിൽ നിൽക്കാനുള്ള ഒരു റൈറ്റും ഇല്ല. ഡോണ്ട് എവർ കം ഹിയർ. ഔട്ട്. ജസ്റ്റ് ഗെറ്റ് ഔട്ട്. സിഹി, ഇതൊന്നും നിനക്ക് സെറ്റ് ആവില്ല. നീ ഈ സ്കൂളിലെ പോവൂ. സീതമ്മ, എനിക്ക് ബോർഡിംഗ് സ്കൂളിൽ പോവാൻ ഇഷ്ടമാ. നിനക്ക് ഇഷ്ടമാണെങ്കിൽ അച്ഛൻ നിന്നെ പറഞ്ഞു വയ്ക്കുമെന്ന് തോന്നുന്നോ? ഒരിക്കലും ഇല്ല സിഹി. സീതമ്മ, നീ പറഞ്ഞ അച്ഛൻ സമ്മതിക്കില്ലേ? പ്ലീസ് സീതമ്മ, ഒന്ന് പറ. അച്ഛന്റെ മുഖം കണ്ടില്ലേ നീ? അവർക്ക് എത്ര വിഷമമുണ്ടെന്ന് കണ്ടില്ലേ നീ? എന്തിനാ സിഹി നീ എല്ലാരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? നിങ്ങൾ രണ്ടുപേരും വിഷമിക്കണമെന്ന് കരുതിയിട്ടല്ല പോകുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാ പോകുന്നത്. നിനക്ക് എല്ലാ ദിവസവും ഇൻസുലിൻ ഇഞ്ചക്ഷൻ തരണോ? എനിക്ക് മറന്നുപോയോ നീ അത്? നിനക്ക് തോന്നുന്നതൊക്കെ കഴിക്കാൻ കഴിയില്ല. ഫുഡ് കൺട്രോൾ ഉണ്ടാവണം നിനക്ക്. നീ ഡയബറ്റിക് അല്ലേ? അത് നീ ആലോചിച്ചിരുന്നോ? എങ്ങനെയാ നീ മാനേജ് ചെയ്യാ? സീതമ്മ, അവിടെ വാർഡൻ ഉണ്ടാവും. അവരോട് പറഞ്ഞ അവരെന്നെ ഹെൽപ്പ് ചെയ്തോളും. സിഹി, നീ തോന്നിയ പോലെ സംസാരിക്കല്ലേ? അതെന്താ സീതമ്മ? നീ മുന്നിൽ നിന്ന് നിന്റെ അമ്മയുടെ കല്യാണം നടത്തി വലിയ ആളായിട്ടുണ്ടാവും ഇപ്പോ. പക്ഷെ അവരീന്ന് അകന്നു നിന്നിട്ട് വലിയവളാവണ്ട സിഹി നീ. സീതമ്മ, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങോട്ട് പോവാനാ? ഹോളിഡേയ്സ് ഉള്ളപ്പോ നിങ്ങളെ കാണാൻ ഞാൻ വരും. വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് എന്നെ കാണാൻ അങ്ങോട്ട് വരാമല്ലോ. അങ്ങനെ എന്തൊക്കെയുണ്ട്? ഞാൻ യൂട്യൂബിൽ നോക്കി എല്ലാം പഠിച്ചിട്ടുണ്ടല്ലോ. യൂട്യൂബിൽ കാണുമ്പോ എല്ലാം രസമായിരിക്കും. പക്ഷെ ശരിക്കുള്ള ബുദ്ധിമുട്ട് നിനക്ക് അറിയില്ല സിഹി. പ്ലീസ് സീതമ്മ, എനിക്കും എല്ലാം പഠിക്കണമെന്നില്ലേ? പ്ലീസ് സമ്മതിക്കോ സീതമ്മ? പ്ലീസ് അച്ഛനോടും പറയോ? റാം എന്നെ ഇങ്ങനെയൊക്കെ അപമാനിച്ചല്ലേ? നോ, ഡെഫിനറ്റ്ലി ഇതൊന്നും റാം ചെയ്യുന്നതല്ല. ആ സീത ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ. എല്ലാം വിട്ട് ഞാനൊന്ന് ഒതുങ്ങി നിന്നതാ. ഈ സീത, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ? നിന്റെ ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞു പോയാ പോരെ? അത് വിട്ടിട്ട് വെറുതെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് ഇളക്കിയില്ലേ? നിനക്കുള്ള പ്രോബ്ലംസ് നീ തന്നെ ആരുടെ എടുത്ത് സ്വീകരിക്കുക. ഇനി നിനക്കെന്ത് സമാധാനം ഉണ്ടാകുക? ഓ, ഇതിന്റെ അർത്ഥം എന്താ? നിനക്കിപ്പോ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ഉണ്ടെന്നാ? നിനക്ക് എന്റെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് തെറ്റായി പോയി സീത. എന്നോട് കളിച്ചത് വളരെ വലിയൊരു തെറ്റായി പോയി. ഇതിന്റെ പ്രതിഫലം നീ അനുഭവിക്കും. ഇത്ര മെസ്സേജ് അയച്ചിട്ടും റാം ഒന്നിനും റിപ്ലൈ തന്നില്ലല്ലോ. എല്ലാത്തിനും ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്ലൈ തരുന്നതാ. എന്തു പറ്റിയവന്? സിഹി ബോർഡിംഗ് സ്കൂളിലേക്ക് പോവാന്ന് പറഞ്ഞതിന്റെ വിഷമം കൊണ്ടായിരിക്കോ? എനിക്കും ആ കാര്യത്തില് നല്ല വിഷമമുണ്ട്. ഞാൻ സിഹിയെ ഇങ്ങോട്ടും പറഞ്ഞയക്കില്ല. അവൾക്ക് ഞാൻ ഹോം സ്കൂളിംഗ് കൊടുത്തോളാം. മാഡം, കോഫി കൊണ്ടുവരട്ടെ? ഇല്ല, ഇപ്പൊ വേണ്ട. മാഡം എല്ലാവരും കുടിച്ചു, മാഡം മാത്രം കുടിക്കാത്തോണ്ടാ ഞാൻ ചോദിച്ചത്. റാം വരെ സമയമായില്ലേ? ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടിച്ചോളാം. അത് ഞാനുണ്ടായിക്കോളാം. നിങ്ങൾ വേറെ ജോലി നോക്കിയോ. റാം സാർ നേരത്തെ എത്തിയല്ലോ. റാം വീട്ടിലെത്തിയോ? ആ മാഡം, നേരത്തെ എത്തി ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടു. ആ, ശരി, ആയിക്കോട്ടെ. ഓക്കെ മാഡം. റാം നേരത്തെ വന്നോ? എന്നിട്ട് എന്നെ വിളിച്ചതേ ഇല്ലല്ലോ. റാം, കുറെ നേരമായില്ലേ വന്നിട്ട്? അകത്തേക്ക് വരാത്തത് എന്താ? റാം, ഞാൻ ഒരുപാട് നേരമായിട്ട് നിനക്ക് മെസ്സേജ് അയക്കുക. നീ ഒന്നിനും റിപ്ലൈ തന്നില്ലല്ലോ. എന്തു പറ്റി? എന്താ റാം ഒന്നും പറയാതിരിക്കുന്നേ? എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതോ സി ബോർഡിംഗ് സ്കൂളിലേക്ക് പോകുന്നു പറഞ്ഞതിന്റെ വിഷമം കൊണ്ടാണോ? എന്തെങ്കിലും ഒന്ന് പറ പ്ലീസ്. നീ ഇങ്ങനെ ഇരുന്ന് എനിക്ക് പേടിയാവില്ലേ?
സിഹി ബോർഡിംഗ് സ്കൂളിലേക്ക് പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതിന് തീർച്ചയായിട്ടും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയത് അതൊന്നുമല്ല. പിന്നെ നിനക്ക് എന്തു പറ്റി? സീത, നിന്നോട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ബഹുമാനമാണ്, വിശ്വാസമാണ്. ഇപ്പൊ ഇതൊക്കെ പറയുന്നത് എന്തിനാ റാം? ആരെങ്കിലും നിന്നെ വില കുറച്ച് സംസാരിച്ചാൽ പോലും അതെനിക്ക് ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല സീത. ഐ കാൻ ടോളറേറ്റ് ദാറ്റ്. ഇപ്പൊ ആരാ എന്നെ ഇവിടെ വില കുറച്ച്? എനിക്ക് വേണ്ടി ഒരുപാട് നേരമായിട്ട് കാത്തിരിക്കല്ലേ. സോറി ലേറ്റ് ആയതിന്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം അതല്ല. എനിക്കതിനെ കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ല. ഏയ് സീത, നിനക്കൊരിക്കലും നല്ലത് സംഭവിക്കില്ല. റാമിന് നിന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ നീ ഇഷ്ടപ്പെടുന്ന ലൈഫ് നിനക്ക് ഒരിക്കലും ലഭിക്കില്ല. ട്രസ്റ്റ് മീ, നിനക്കൊരിക്കലും ആ വീട്ടിൽ ഒരാളായിട്ടിരിക്കാൻ കഴിയില്ല. അച്ഛൻ ആരാണെന്ന് പോലും അറിയാത്തൊരു കുട്ടിയുള്ള അമ്മയാ നീ. അവള് നിന്റെ കൂടെ ഉള്ള കാലം നിനക്കൊരിക്കലും ആ വീട്ടിൽ ഒരാളായിട്ടിരിക്കാൻ കഴിയില്ല. സൊസൈറ്റിയിലാണെങ്കിലും ആ വീട്ടിലാണെങ്കിലും നിനക്കൊരിക്കലും ഒരു മര്യാദയും ലഭിക്കില്ല. അതുകൊണ്ടല്ലേ നിനക്ക് ഈ പേടി, ഇൻസെക്യൂരിറ്റി? നിന്റെ മനസ്സിന്റെ ഏതോ ഒരു മൂലയില് ഞാൻ വീണ്ടും തിരിച്ചു വന്നാലോ എന്നൊരു പേടി നിനക്കുണ്ടായിരുന്നല്ലേ? നിങ്ങളുമായിട്ടൊരു സഹവാസം വേണ്ടെന്ന് കരുതി വിട്ടുപോയവളെ നീ ക്ഷണപത്രം തന്ന് തിരിച്ചു വിളിച്ചതാ. നീ അനുഭവിക്കും. ഓൾ ദി ബെസ്റ്റ് സീത. നിന്റെ സ്ഥാനം നീ എങ്ങനെ നിലനിർത്തുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. സീതമ്മേൻ ഇത്ര വഴക്ക് പറയുന്നേ? ഞാൻ ഈ വീട്ടിൽ നിന്ന സീതമ്മേനോടാരും മര്യാദയ്ക്ക് പെരുമാറില്ലേ? ബെല്ലി, ഞാൻ ഇവിടുന്ന് പോകുന്നതാണോ ബെറ്റർ? നിനക്കെന്താ തോന്നുന്നേ? ഉമ്മെന്നോ ഉമ്മെന്നോ? നീ ഉമ്മെന്നാണോ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒന്ന് ദൂരെ പോയി നിന്നോളാം. മോളെ, ഇത്രയും ദിവസം ചാന്ദിനയുടെ വിവരം ഉണ്ടായിരുന്നില്ല. എവിടെ ആയിരുന്നു എന്നും അറിയില്ല. ഇപ്പൊ സഡൻ ആയിട്ട് റാമിന്റെ മുമ്പിൽ വന്ന് ബഹളം വെച്ചു, അറിഞ്ഞോ? മോളെ, ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുക. നീ ഫോണിൽ നോക്കിയിരിക്കുക. പറയ് അശോക്, ഞാൻ കേട്ടോണ്ടിരിക്കല്ലേ. നീ ആ ഫോണൊന്ന് മാറ്റി വെക്ക്. വെക്ക്. ഞാൻ ഇത്രയും നേരം എന്താ പറഞ്ഞേ? പറയ്. അത് കമോൺ പറയ്. ഞാനെന്തിനാ പറയുന്നേ? അതെന്താ, ഞാൻ ഇത്രയും നേരം ചുമരിനോടാണോ സംസാരിച്ചേ? ഒന്ന് പോ അശോക്. നീ പറഞ്ഞ എന്താണെന്നൊന്നും ഞാൻ കേട്ടില്ല. എനിക്ക് 28 ഡേയ്സും കൂടെ കഴിഞ്ഞിട്ട് ഡോക്ടറെ ഒന്ന് കാണാൻ പോണം. അന്ന് നീയും എന്റെ കൂടെ വരണം. ആ ദിവസം വീക്ക് ഡേ ആണോ വീക്കെൻഡ് ആണോ എന്ന് ഞാൻ വെറുതെ കലണ്ടറിൽ ഒന്ന് ചെക്ക് ചെയ്തത്, അത്രേ ഉള്ളൂ. അല്ല, നിനക്കെന്താ സെൻസ് ഇല്ലേ? എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. എന്ത് സ്റ്റുപ്പിഡിറ്റി ആയി കാണിക്കുന്നേ? എന്ത്? ഞാൻ സ്റ്റുപ്പിഡിറ്റി കാണിക്കുവാണെന്നോ? ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല. അതെ, ഞാൻ സ്റ്റുപ്പിഡാ. കരയുവാണോ? അല്ല, കരയാൻ മാത്രം ഞാൻ എന്താ പറഞ്ഞത്? നീ വന്ന് ഒരുപാട് സെൻസിറ്റീവ് ആവുന്നുണ്ട് മോളെ. നീ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. എത്ര സ്ട്രോങ് ആയിരുന്നു നീ. ആരെന്ത് പറഞ്ഞാൽ അതൊന്നും ചെവി കൊള്ളാതെ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിരുന്നു നീ. ഇപ്പൊ വന്ന് ചെറിയ കുട്ടികളെ പോലെ സ്വഭാവം. കൊച്ചുകുട്ടി അല്ല ഞാൻ, സ്റ്റുപ്പിഡാ. കണ്ടില്ലേ,
ഒരു വാക്ക് കേട്ടപ്പോഴത്തേനും സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടോ? എന്തിനാ? നിങ്ങൾ മുമ്പുള്ള പോലെയാണോ അശോക്? എത്ര ചേഞ്ച് ആയി പോയി നിങ്ങൾ. എന്നെ എപ്പോഴും വഴക്ക് പറഞ്ഞോണ്ടേയിരിക്കും. ഞാൻ എന്ത് പറഞ്ഞാലും ഇറിറ്റേഷനാ നിങ്ങൾക്ക്. എനിക്കറിയാം, ബോറടിച്ചു തുടങ്ങിയല്ലേ നിങ്ങൾക്ക്. മോളെ മോളെ ഞാനൊന്ന് റാം, എന്താ ഈ ആലോചിച്ച് കൂട്ടുന്നതെന്ന് എന്നോടെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? നിന്നെ ഇങ്ങനെ കണ്ടിട്ട് ശരിക്കും എനിക്ക് സഹിക്കുന്നില്ല. സോറി സീത, ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരുന്ന് നിന്നെ ഒരിക്കലും ഹേർട്ട് ചെയ്യണമെന്നുള്ള ഒരു വിചാരം എനിക്കില്ല. ബട്ട് ഐ ഡോണ്ട് നോ, ഗിവ് മീ സം ടൈം, ഐ ബി ഫൈൻ. നിന്നെ കണ്ടപ്പോ തന്നെ വാടിപ്പോയ മുഖത്തിനൊരു വെളിച്ചമൊക്കെ വന്നു. വാടിപ്പോയെന്നൊക്കെ പറഞ്ഞ ആ, ഇപ്പോ പൂക്കളൊക്കെ വാടിപ്പോകില്ലേ, അതുപോലെ നിന്റെ അച്ഛന്റെ മുഖം വാടിയിരിക്കുമായിരുന്നു. എന്തിനാ? അതാ രാമന് മാത്രമേ അറിയുള്ളൂ മോളെ. ഞാൻ കുറെ നേരമായിട്ട് ചോദിക്കാൻ ഒന്നും പറയുന്നുമില്ല. ആ ശ്വേത വന്ന് വീണ്ടും കോഫി ഇട്ടോണ്ട് വരട്ടെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കോഫി ഇട്ടോണ്ട് വരാം. അച്ഛാ, നിങ്ങൾക്ക് വിഷമായോ? എന്താ? എന്തു പറ്റി? സീതമ്മയുടെ അടുത്തും നീ ഒന്നും പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല മോളെ, അത് വിട്. ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞോ? ഞാൻ ഹോംവർക്ക് പിന്നെ പോയി ചെയ്തോളാം. നീ എന്നോടും പറയില്ലേ? അത്രയ്ക്കും വലിയ സീക്രട്ടാണോ? അതൊന്നും അല്ല സീ മോളെ. സീതമ്മയെക്കുറിച്ച് ആരെങ്കിലും വേണ്ടാത്തത് സംസാരിച്ചാൽ എനിക്കത് ഇഷ്ടമാവുന്നില്ല. അതുകൊണ്ടൊന്നും ഡിസ്റ്റർബ്ഡ് ആയതാ. സീതമ്മയാണെങ്കിൽ പറ എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും എനിക്ക് കേൾക്കാൻ പോലും താല്പര്യമില്ലെങ്കിൽ എങ്ങനെയാ ഞാനത് അവളുടെ മുഖത്ത് നോക്കി പറയാ? എനിക്കും അതെ അച്ഛാ. നേരത്തെ സീതമ്മയുടെ ഫോണില് ആരോ വിളിച്ചിട്ട് എന്തൊക്കെയോ പറഞ്ഞു. എനിക്കും അതൊന്നും സീതമ്മയോട് പറയാൻ കഴിയില്ല. വാട്ട്? സീതമ്മ വളരെ നല്ലവളല്ലേ, പിന്നെന്തിനാ അവര് സീതമ്മയെ വഴക്ക് പറയുന്നേ? ഷീസ് എ വെരി ബാഡ്. ആരാ ഫോൺ ചെയ്തത്? എന്തു പറഞ്ഞു? അതാരാ ഫോൺ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ നമ്പറിൽ നിന്നാ കോൾ വന്നേ. അൺനോൺ നമ്പറോ? ഇപ്പൊ എന്തിനാ കോൾ ചെയ്തത്? ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞ ആള്. ഓ, അത്ര വേഗം നിന്റെ ഭാര്യ കംപ്ലൈന്റ് ചെയ്തല്ലേ? ഇപ്പൊ എന്താ, സഹധർമ്മിണിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഭർത്താവായിട്ട് കോൾ ചെയ്തതാണോ? പാവം നിന്റെ ഭാര്യയ്ക്ക് സ്വയം അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോലും അറിയില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. അതിനും മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണമല്ലേ? ലിസൺ ചാന്ദിനി, നീ സീതയെക്കുറിച്ച് എന്തൊക്കെ തന്നെ പറഞ്ഞുണ്ടാക്കിയാലും അതൊന്നും അവളെ ബാധിക്കാൻ പോകുന്നില്ല. അല്ല, നീ അനാവശ്യം മാത്രം പറയുന്നത് എന്തിനാ? ഫസ്റ്റ് ഓഫ് ഓൾ, നീ ഞങ്ങളുടെ ലൈഫിലേ ഇല്ല. അതുകൊണ്ട് നീ അവളെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഞങ്ങളെ അഫക്ട് ചെയ്യാനേ പോകുന്നില്ല. പിന്നെ എന്തിനാ കോൾ ചെയ്തേ? ഞാനും നീയും തമ്മിൽ ഒരു ബന്ധവുമില്ല ചാന്ദിനി. സ്റ്റേ അവേ ഫ്രം സീത. ഇനി ഒരു കോൾ വന്നാൽ നല്ലതിനായിരിക്കില്ല, ഓർത്തോ? എന്ത് ചെയ്യുന്ന? വേണ്ട ചാന്ദിനി. വേണ്ടെന്ന് വച്ചാ ഞാന് നിന്നത്. എന്നെ വിളിച്ചത് നിന്റെ ഭാര്യയല്ലേ? ഇതില് ഞാനെന്ത് തെറ്റാ ചെയ്തേ? വെറുതെ എന്നെ ചൊറിഞ്ഞതിന് അനുഭവിച്ചോളൂ. ഇനി എന്ത് സംഭവിച്ചാലും അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല. നീ എന്തൊക്കെ ചെയ്താലും, നീ എന്നല്ല ആര് തന്നെ ചെയ്താലും സീതയെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനും അതെ അച്ഛാ.
സീതമ്മ ഒരാള് കാരണം ബുദ്ധിമുട്ടാവാൻ പാടില്ല. ഞാൻ കാരണം പോലും. സിക്കുട്ടാ, സീതമ്മയെ ഫോൺ ചെയ്ത് വഴക്ക് പറഞ്ഞ ആളില്ലേ, അയാൾക്ക് ഞാനിപ്പോ വിളിച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരിക്കലും ഇതൊന്നും റിപ്പീറ്റ് ചെയ്യില്ല. ഓക്കെ? ഓക്കെ അച്ഛാ. ചക്കര മോള്. ചക്കര മോന. ഞാൻ ചക്കര മോന. അതെന്താണെന്നോ, നീ സീതമ്മയെ വളരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. നീ സീതമ്മയെ വളരെ നന്നായി നോക്കുന്നുണ്ട്. നീ നല്ല അച്ഛനാ. അയ്യോ, അത് സീതമ്മയെ മാത്രമല്ല, നിന്നെ ഞാൻ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ തന്നെ ലൈഫ് ലോങ് ഹാപ്പി ആയിട്ടേ ഇരിക്കും. ഹാപ്പി ഹാപ്പി. എന്റെ അച്ഛനെ വിട്ട് ഞാൻ എങ്ങനെയാ ബോർഡിംഗ് സ്കൂളിൽ പോവാ? എന്റെ അച്ഛനും എന്നെ ഒരുപാട് മിസ് ചെയ്യുമല്ലോ. അച്ഛനെ ഞാനും ഒരുപാട് മിസ് ചെയ്യുമല്ലോ. ഇതെന്താ ഇത്? എന്റെ മകളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഐ ലവ് യു ഫ്രണ്ട്. അയ്യോ, ഫ്രണ്ട് എന്ന് വിളിച്ചിട്ട് എത്ര ദിവസമായി. അത് കേൾക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ഐ ലവ് യു ടു ചക്കരേ. അബ്ബബ്ബബ്ബാ. ഇപ്പൊ വെറും വർത്തമാനം മാത്രമേ ഉള്ളൂ. സിഹയെക്കാട്ടിലും ഇഷ്ടം എന്നെയാണെന്നൊക്കെ പറയും. പക്ഷെ റിയാലിറ്റി വേറെയാണെന്ന് ഇപ്പൊ മനസ്സിലായി. ഭാര്യയെക്കാളും മകളോടാണല്ലോ ഇപ്പൊ സ്നേഹം. അതെന്താ നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ? ഓ, സിഹിമോളെ ഞാൻ ഇങ്ങനെ ഇവിടെ എടുത്തത് കൊണ്ടാ. അതിനിപ്പോ എന്താ? ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് മുഴുവൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കാം. നീ വാ വാ, വന്നിട്ട് മടി ഇരിക്കുക. സിഹി, നേരത്തെ ഞാൻ എന്തോരം സംസാരിച്ചതാണെന്നോ, അതിനൊന്നും ഒരു ഉത്തരവും തന്നില്ല. ഒന്ന് ചിരിച്ചത് പോലുമില്ല. ഇപ്പൊ കണ്ടോ അവൻ ചിരിച്ചോണ്ടിരിക്കുന്നത്?